ശബരിമല പ്രശ്നം പണ്ടാഴ്ച കാണായിരുന്നു. ഭയം കൊണ്ട് അവൻ അടിമുട്ടി വിറയ്ക്കുകയാണ്. മര്യാദയ്ക്ക് എഴുന്നേറ്റില്ലെങ്കിൽ കണ്ണിൽ ചീനമുളക് എഴുതും. ആരോ ഭീഷണിപ്പെടുത്തി നോക്കി. എടുക്കുക, മറ്റൊരാൾ അഭിപ്രായപ്പെട്ടു. വേണ്ട, അടിയൻ നടന്നോളാം. കുലവൻ എഴുന്നേറ്റ് നിന്ന് തൊഴുതു, പ്രാർത്ഥിച്ചു. ഭൂതത്താനേ, അടിയൻ്റെ ചോര കുടിക്കരുത്. ഈ തമ്പുരാക്കൾ അടിയനെ കൊണ്ട് ചെയ്യിക്കുകയാണേ. ശബരിമലയിലെ ഈ സ്ത്രീ പ്രവേശന കോലാഹലം ഒരു 10-60 വർഷങ്ങൾ മുമ്പായിരുന്നെങ്കിൽ ഇതൊന്നുമല്ല സ്ഥിതി. ഗോവിന്ദ് ടോക്കറ്റ് വീഡിയോ ബ്ലോഗ് ഇന്ന് ചർച്ച ചെയ്യുന്നത് അക്കാര്യമാണ്. അന്നത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് സംഭവിക്കുക ഇതാണ്. 1-2 പൊതുപ്രവർത്തകർ, അതിൽ സ്ത്രീകളായിരിക്കും കൂടുതൽ, അല്ലെങ്കിൽ മിക്കവാറും സ്ത്രീകൾ മാത്രമായിരിക്കും. അവർ ഒരു ഭക്തയെ നിർബന്ധപൂർവ്വം അമ്പലത്തിലേക്ക് എത്തിക്കുന്നു, ശബരിമലയിലേക്ക് എത്തിക്കുന്നു. ചിലപ്പോൾ തൻ്റെ ശരീരം അശുദ്ധമാണ് എന്ന ചിന്തയാൽ ആ സ്ത്രീ ചിലപ്പോൾ എതിർക്കുന്നുണ്ടായിരിക്കാം. എന്നാൽ ആത്യന്തികമായിട്ട് നടക്കാൻ പോകുന്നത് ഈ 10-നും 50-നും ഇടയ്ക്കുള്ള ഒരു സ്ത്രീ ശബരിമലയിൽ എത്തിപ്പെടുക തന്നെയാണ്. കാരണം അത്തരത്തിലാണ് അന്നത്തെ കാര്യങ്ങൾ. നമുക്ക് ചരിത്രം പരിശോധിച്ച് നോക്കാം. നാട്ടിൽ തന്നെ നടന്ന ഒരു കാര്യം പറയാം. ഒരു കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകൻ കൂടിയായി ജന്മിയായിരുന്നു തടം പരമേശ്വരൻ ഭട്ടതിരിപ്പാട്. അദ്ദേഹം ഇടതുപക്ഷ സർക്കാർ തീരുമാനിക്കുന്നതിന് മുമ്പ് തന്നെ, നടപ്പിലാക്കുന്നതിന് മുമ്പ് തന്നെ പാട്ടം കുറയ്ക്കുകയും കൂലി കൂടുതൽ കൊടുക്കുകയും എന്ന ആശയം സ്വന്തം പാടത്ത് നടപ്പിലാക്കിയ വ്യക്തിയാണ്. എല്ലാവർക്കും പ്രിയപ്പെട്ടവനാണ്. ജന്മിയാണെങ്കിലും വളരെ ഉദാരമനസ്കനായ അദ്ദേഹം ഒരു ഡിമാൻഡ് വെച്ചു. കാരണം നവോത്ഥാന പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടനായി അദ്ദേഹത്തിനും ഒരു പുരോഗമനാത്മക പ്രവർത്തനം നാട്ടിൽ നടത്തണമെന്ന് തോന്നി. അക്കാലഘട്ടത്തിൽ പല പ്രദേശങ്ങളിലും ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടിയിട്ടുള്ള മുന്നിട്ടിറങ്ങിയ പ്രവർത്തനങ്ങൾ നടന്നു. അതായത് ക്ഷേത്രത്തിൽ എല്ലാവർക്കും പ്രവേശിക്കാമെന്ന നിയമം വന്നു കഴിഞ്ഞിരുന്നു. എന്നിട്ടും അതിന് തയ്യാറാവാതെ കുറേ പേർ നിന്നു. അത്തരം കൂട്ടക്കാരെ ഹരിജനങ്ങളെ എന്ന് പറയാം. പക്ഷെ അന്നത്തെ വാക്ക് അതല്ല, ചെറുമക്കൾ എന്നാണ്. ചെറുമൻ എന്നതിൻ്റെ പ്ലൂരൽ അല്ലെങ്കിൽ ബഹുവചനമാണ് ചെറുമക്കൾ. ഈ ചെറുമക്കളായ തൻ്റെ അയൽക്കാരെ, തൻ്റെ പറമ്പിലും പാടത്തും പണിയെടുക്കുന്ന തൻ്റെ സഖാക്കളായ ഈ ചെറുമക്കളെ സ്വന്തം അമ്പലത്തിൽ, സ്വന്തം അധീനതയിലുള്ള തൻ്റെ കുടുംബാംഗങ്ങൾ പൂജ നടത്തുന്ന ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകാൻ അദ്ദേഹം ആഗ്രഹിച്ചു. പലരും വിസമ്മതിച്ചു. എന്താ കാരണം? അവർ പഠിച്ചു വെച്ചത് താൻ ക്ഷേത്രത്തിൽ കയറിയാൽ ക്ഷേത്രം അശുദ്ധമാകും അല്ലെങ്കിൽ അയിത്തമാകും നാടൻ ഭാഷയിൽ. അതിനെ തുടർന്ന് അവിടുത്തെ ദേവന്, തന്നെ കൂടി സൃഷ്ടിച്ച ദേവന് അഹിതമായിട്ട് വല്ലതും നടക്കുമെന്നാണ് അവർ കരുതിയത്. അതായത് തൻ്റെ അശുദ്ധി, തൻ്റെ ദേഹത്തിൻ്റെ അശുദ്ധി അങ്ങനെയൊന്നുണ്ടെങ്കിൽ, ഒരിക്കലും കഴിയാൻ തീരാത്തൊരു അശുദ്ധി തൻ്റെ ദേഹത്തിനുണ്ട് എന്ന് കരുതിക്കൊണ്ട് ശബരിമലയിലേക്ക് ദർശനത്തിന് സ്വയം തടസ്സം നിൽക്കുന്ന 5-നും 9-നും ഇടയ്ക്ക്, അല്ലെങ്കിൽ 10-നും 50-നും ഇടയ്ക്കുള്ള ആധുനിക മഹിളയുടെ ഒരു പ്രാർത്ഥന മുൻഗാമിയായിട്ടുള്ള ഒരു ചെറുമൻ, അയാൾ ഈ ജന്മിയുടെ സ്നേഹപൂർവമായ സമ്മർദ്ദത്തിന് വഴങ്ങിക്കൊണ്ട് അമ്പലക്കുളത്തിൽ കുടിക്കുകയും അമ്പലത്തിൽ പോയി തൊഴുകയും ചെയ്തു. അയാളുടെ ആദ്യത്തെ പ്രാർത്ഥന എന്തായിരുന്നു? തമ്പുരാൻ പറഞ്ഞിട്ടാണ്, ക്ഷമിക്കണേ. ഇതിൽ ഒന്നാമത്തെ തമ്പുരാൻ ദൈവം തമ്പുരാനാണ്. രണ്ടാമത്തെ തമ്പുരാൻ ജന്മി തമ്പുരാനാണ്. പറഞ്ഞതാണ് പടച്ച തമ്പുരാനെ പൊറുക്കണം. ഈ ജന്മി തമ്പുരാൻ നിർബന്ധം കൊണ്ടാണ് അടിയൻ ഈ അവിവേകം കാണിക്കുന്നത് എന്ന രീതിയിൽ. പക്ഷെ ഒരു കാര്യം, അന്നത്തെ ട്രെൻഡ് ഇതാന്ന് പറഞ്ഞു. ഒരു പുരോഗമന വിരുദ്ധനും എന്ന് തന്നെ പറയട്ടെ, അന്ധവിശ്വാസത്താൽ പ്രചോദിതനായി ഈ നാട്ടിൽ ഇത് തടയാൻ വന്നില്ല. ഇനി എഴുതപ്പെട്ട ചരിത്രത്തിൽ നിന്നുള്ള ഒരു രേഖ വായിക്കാം. ചെറുകാടിൻ്റെ ആത്മകഥ, ജീവിതപാത എന്നുള്ള ഒരു രംഗം. ചെറുകരെ കിഴക്കേ പത്തായപ്പുരയിൽ നടന്ന സുഹൃത്ത് സമ്മേളനത്തിൽ നമ്പൂതിരി പ്രഖ്യാപിച്ചു. പിന്നെ രാമനുണ്ണി, ഞാൻ ഉറച്ചു, ചക്കപ്പുറം അമ്പലത്തിൽ ചെറുമനെ കടത്തും. എന്താ വരാന്ന് ഒന്ന് കാണണമല്ലോ. എന്താ വരണത്? രാമനുണ്ണി തുടർന്നു. ആകാശം പൊട്ടി വീഴില്ല, സൂര്യൻ ഉദിക്കും, കാറ്റ് വീശും. അന്ന് രാത്രി പല ചെറുമക്കുടിലുകളിലും കയറി ഇറങ്ങിയെങ്കിലും ഒരൊറ്റ ചെറുവൻ പോലും ചക്കപ്പുറ ക്ഷേത്രത്തിൽ കടക്കാമെന്ന് സമ്മതിച്ചില്ല.
കാന്തിയായാലും കേളപ്പനായാലും കോൺഗ്രസ് ആയാലും അടിയങ്ങളുടെ തമ്പുരാക്കന്മാരായ ചെറുകരക്കാരായാലും പാലള്ളി മനയ്ക്കൽ തമ്പ്രാനായാലും അടിയങ്ങൾ അമ്പലത്തിൽ കടക്കാൻ വരില്ല. അവർ ഒറ്റക്കെട്ടായി പറഞ്ഞു. ചക്കവറ അമ്പലത്തിലെ പൂതത്താൻ അടിയങ്ങളുടെ കുറ്റിയറുക്കും. 1-2 ദിവസത്തെ സാമധാന ഭേദങ്ങളുടെ ഫലമായി കുലവൻ എന്ന ഒരാൾ ഞങ്ങളുടെ കൂടെ വരാമെന്ന് സമ്മതിച്ചു. നമ്പൂതിരി ഞാനും പുരാമന്തൂർ പ്രസാരത്തെ കുഞ്ഞുകുട്ടേട്ടനും വേറെ 2-3 പേരും കുലവനെയും കൂട്ടി അമ്പലത്തിലേക്ക് നടന്നു. അമ്പലത്തോടടുക്കും തോറും വെള്ളത്തിലേക്ക് വലിച്ചിറങ്ങുന്നൊരു പട്ടിക്കുട്ടിയെപ്പോലെ കുലവൻ പിന്നോക്കം വലിഞ്ഞിരുന്നു. പൂതത്താൻ അടിയനെ കൊല്ലും. കുലവൻ ഉറപ്പിച്ച് പറഞ്ഞ വഴിയിലിരുന്നു. തമ്പുരാൻ അടിയനെ കൊന്നാലും വേണ്ടില്ല, അടിയനിനി ഒരടി മുന്നോട്ട് വയ്ക്കില്ല. കുമ്പിട്ട് കുന്തിച്ചിരിക്കുന്ന കുലവൻ്റെ കണ്ണുകൾ നിറഞ്ഞ് ഒലിച്ച് മൂക്കിൻ്റെ അറ്റത്ത് ഉരുണ്ടുകൂടി വെള്ളത്തുള്ളികൾ പാറപ്പുറത്ത് വീഴുന്നുണ്ട്. ഉലയിൽ നിന്ന് എന്ന പോലെ അവൻ്റെ ദീർഘനിശ്വാസം പരിസരത്തിൽ പരക്കുന്നുണ്ട്. ഭയം കൊണ്ട് അവൻ അടിമുട്ടി വിറയ്ക്കുകയാണ്. മര്യാദയ്ക്ക് എഴുന്നേറ്റില്ലെങ്കിൽ കണ്ണിൽ ചീനമുളക് എഴുതും. ആരോ ഭീഷണിപ്പെടുത്തി നോക്കി. എടുക്കുക, മറ്റൊരാൾ അഭിപ്രായപ്പെട്ടു. വേണ്ട, അടിയൻ നടന്നോളാം. അവൻ എഴുന്നേറ്റ് നിന്ന് തൊഴുതു, പ്രാർത്ഥിച്ചു. പൂതത്താനേ, അടിയൻ്റെ ചോര കുടിക്കരുത്. ഈ തമ്പുരാക്കൾ അടിയനെ കൊണ്ട് ചെയ്യിക്കുകയാണേ. ഒരാപത്തും വരില്ല. കുലവന് കൊടുക്കാൻ എണ്ണയും സോപ്പും കോടിത്തോർത്തുമായി നിൽക്കുന്ന പാലള്ളി നമ്പൂതിരി സമാധാനിപ്പിച്ചു. എന്തു വന്നാലും രക്ഷിക്കാൻ ഞാനുണ്ട്. എല്ലാവരും കുളത്തിലിറങ്ങി. കുലവനെ കുളിപ്പിച്ചു. ഭസ്മവും ചന്ദനവും കുറിയിടിയിച്ചു. കോടിമുണ്ട് ചുറ്റിച്ചു. എല്ലാവരും ഒന്നിച്ച് അമ്പലത്തിൽ കടന്നു തൊഴുതു. പ്രദക്ഷിണം വെച്ചു. പുറത്തു കടന്ന ഒരു ഉദ്യോഗവും കൂടി പിരിഞ്ഞു. അമ്പലത്തിൽ കയറ്റി ഇറക്കി വിട്ട കുലവന് പനി പിടിച്ചു. 1 മാസത്തിന് ശേഷമാണ് അവൻ്റെ മാനസിക അസ്വാസ്ഥ്യം തീർന്ന് പനി മാറിയത്. അതുവരെ പാലള്ളി നമ്പൂതിരിയും രാമനുണ്ണിയും മറ്റു പലരും കൂടി അവരെ ചികിത്സിക്കാനും വീട്ടുകാർക്ക് ചെലവിന് കൊടുക്കാനും വേണ്ടതൊക്കെ ചെയ്തു. അത്യുഗ്രനായ ഭൂതത്താൻ്റെ കോപം കൊണ്ടാണ് കുലവന് പനി പിടിച്ചതെന്ന് അവനും യാഥാസ്ഥികരായ നാട്ടുകാരും വിശ്വസിച്ചു. ഒരു ക്ഷേത്രപ്രവേശനത്തിൻ്റെ കാര്യത്തിൽ ഇത്രത്തോളം സാഹസം ആവശ്യമുണ്ടായിരുന്നുവോ എന്ന് നമുക്കിന്ന് തോന്നും. പക്ഷേ അന്നത്തെ ഒരു ട്രെൻഡായിരുന്നു, അന്നത്തെ ഒരു ആവശ്യമായിരുന്നു, അന്നത്തെ ഒരു പുരോഗമന പ്രവർത്തനത്തിൻ്റെ രീതിയായിരുന്നു അത്. അവരെ ആരെയും നമുക്ക് പുച്ഛിക്കാനാവില്ല, അവരെ അഭിനന്ദിക്കുക തന്നെ വേണം. പിന്നെ മറ്റൊരു കാര്യം, ആ സമയത്ത് ഇത് അവർ മുൻകൂട്ടി പ്രഖ്യാപിച്ചതാണ്. ഈ ഹരിജൻ കോളനിയിലെ അല്ലെങ്കിൽ ചെറുമക്കുടിയിലെ 1-2 പേരെ ഞങ്ങൾ നിർബന്ധമായും അമ്പലക്കുളത്തിൽ കുളിപ്പിക്കുകയും ചക്കുവറ ക്ഷേത്രത്തിൽ തൊഴിപ്പിക്കുകയും ചെയ്യുമെന്ന് അത് പ്രഖ്യാപിച്ചതായിരുന്നു. അതിനുവേണ്ടി ശ്രമങ്ങൾ നടത്തി അവസാനം അവർ വിജയിച്ചു. ഒരാളാണ് മനസ്സില്ലാ മനസ്സോടെ വന്നത്. അയാളാണ് ജീവൻ മരണ പോരാട്ടത്തിൽ 1 മാസം കഴിഞ്ഞത്. ഇത്തരം ഒരു കാര്യം മുന്നറിയിപ്പ് കൊടുക്കുമ്പോൾ അവിടെ ആരും ഇതിനെ എതിർത്തുകൊണ്ട് വന്നില്ല. ചക്കുവറ ക്ഷേത്രം അശുദ്ധിയാക്കാൻ സമ്മതിക്കില്ല, ഹരിജന കുലവൻ്റെ ജീവൻ കൊണ്ട് പന്താടാൻ സമ്മതിക്കില്ല. ഇത്തരത്തിൽ ആരും പ്ലക്കാർഡ് ഉയർത്തിയില്ല, സത്യാഗ്രഹം വരുന്നില്ല, നാമജപവും നടത്തിയില്ല. പുരോഗമന പ്രവർത്തനങ്ങളുടെ കൂടെ മാത്രമായിരുന്ന ആൾക്കാർ, അല്ലാത്ത ഒറ്റയ്ക്കും തെറ്റയ്ക്കുമുള്ള ആൾക്കാർ അവഗണിക്കപ്പെട്ടു. അവർക്ക് സംഘബലം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് അതാണ് സ്ഥിതി. ഇന്ന് ശബരിമലയിലേക്ക് ഇത്തരത്തിൽ ഒരാളെ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല, കൊണ്ടുപോയിട്ടുമില്ല. ഇവിടെ സർക്കാരിൻ്റെ സ്പോൺസർ പ്രോഗ്രാമായിട്ട് 2 യുവതികളെ കൊണ്ടുവന്നു. അഡ്വക്കേറ്റ് ബിന്ദുവും കനകദുർഗയും എന്നൊരു വിഷയം വന്നിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ സ്ക്രിപ്റ്റ് തയ്യാറാക്കിയത് വളരെ നേരത്തെയാണ്. ഇപ്പോൾ ഇതിൻ്റെ ഷൂട്ടിംഗ് സമയത്ത് ഇങ്ങനെ സംഭവവികാസം കൂടി ഉണ്ടായിട്ടുണ്ട്. ചെറുകാട് തന്നെ ആത്മകഥയിൽ വിവരിച്ച സംഭവത്തിൽ ഇത്തരത്തിൽ പുരോഗമന വിരുദ്ധരായ ഒരാളെപ്പോലും ഇവിടെ കണി കാണാൻ പറ്റിയില്ല. മുൻകൂട്ടി പ്രഖ്യാപിച്ച ശേഷമാണ് അവർ ആ സമരം നടത്തിയത്, ആ പ്രക്ഷോഭം നടത്തിയത്. പക്ഷേ അന്നും അതിനെ തടയാനോ മുൻകൂട്ടി തടയാനോ അല്ലെങ്കിൽ ആ സമയത്ത് തടയാനോ ആരും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഈ കുലവൻ 1 മാസത്തോളമാണ് ജീവനും മരണത്തിൻ്റെയും ഇടയ്ക്ക്, ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും ഇടയ്ക്ക് ബോധാവസ്ഥയിൽ കഴിഞ്ഞത്. ആ സമയത്തും ആരും ആ കുലവൻ്റെ ജീവന് വിലപേശാനും അത് പിന്നീട് രാഷ്ട്രീയ മുതലെടുപ്പിന് ഉപയോഗിക്കാനും തന്നെ വന്നില്ല. പുരോഗമന പ്രവർത്തനങ്ങളുടെ കൂടെയായിരുന്നു ബഹുഭൂരിപക്ഷം ജനങ്ങളും. 1-2 പേരെ ഉപജീവനത്തിന് വേണ്ടി, ജന്മിയുടെ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി, സവർണരുടെ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി അവരെ ഭയന്നിട്ടൊക്കെ ചിലപ്പോൾ സ്വന്തം ആദർശം വെടിവെച്ചുകൊണ്ട് ഒരു കരിങ്കാലിയായിട്ട് നിന്നുണ്ടാവാം. അവനെയൊക്കെ ആ കുടുംബത്തെ പോലും സമൂഹം പുച്ഛത്തോടെയാണ് അവരുടെ അടുത്ത തലമുറയെ പോലും കണ്ടിട്ടുണ്ടാവുക, കാണുന്നത് അങ്ങനെയാണ്. ഇന്ന് ശബരിമല വിഷയം യഥാർത്ഥത്തിൽ സാധാരണക്കാരൻ്റെ വിഷയമല്ല, വിശ്വാസിയുടെ പോലും വിഷയമല്ല. വിശ്വാസമുള്ളവൻ കരുതുന്നത് ശബരിമലയിലേക്ക് പോകുന്നവർക്ക് പോകാം,
പോകേണ്ടാത്തവർക്ക് പോകേണ്ട. ഒരു പടി കൂടി കടന്ന് അവർ ഇങ്ങനെയും പറയും, ശബരിമല അയ്യപ്പൻ്റെ ഹിതം നോക്കാൻ അദ്ദേഹത്തിന് കഴിവുണ്ടാവണ്ടേ, അത് അദ്ദേഹം ചെയ്തോളും. അവിശ്വാസികൾ ആരെങ്കിലും അവിടെ അതിക്രമത്തെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ അദ്ദേഹം ശിക്ഷിച്ചോളും. അതാണ് ദൈവത്തിൻ്റെ സങ്കല്പത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളുടെ ഒരു രീതി. ഒരു ശബരിമലയ്ക്ക് പോകുന്നവരും പോകാത്തവരുമായി കുറേ ആൾക്കാരിലൂടെ പോകുന്നവർ പോയിട്ടുണ്ടാവാം, പോകാതിരുത്തിട്ടുണ്ടാവാം, എങ്കിലും ഇതൊരു വലിയ വിഷയമല്ല. പിന്നെ നിരന്തരമായ ബോധവൽക്കരണത്തിൽ കൂടി മാത്രമേ ഇത്തരം ഒരു പ്രശ്നത്തെ നമുക്ക് നേരിടാനാവൂ. മാത്രമല്ല, ഈ നാട്ടിൽ ഇപ്പോഴൊരു ചെറിയ പ്രശ്നമുള്ള വെച്ചാൽ ഇതിനെതിരെ കുറച്ച് പേരുണ്ട്. വിശ്വാസത്തിൻ്റെ ഭാഗമാവാം, അത് അന്ധവിശ്വാസത്തിലേക്ക് മാറിയത് അവർ അറിഞ്ഞിട്ടുണ്ടാവില്ല, ഏതിൻ്റെങ്കിലും ഭാഗമായി അവരെ പുച്ഛിക്കുന്നില്ല. നമ്മൾ അമ്പലത്തിൽ പോകാത്തവർക്ക് ഏവന്മാരും ദിവസവും അമ്പലത്തിൽ പോകുന്ന മോശക്കാരും എന്നൊന്നും പറയാൻ വയ്യ. ഓരോരുത്തരുടെ ചിന്താഗതിയാണ്. കെ ജയദേവൻ, പൂക്കോട്ടൂർ പഞ്ചായത്ത് പ്രസിഡൻറ്റും പുരോഗമന പ്രവർത്തകനുമായ കെ ജയദേവൻ ഒരിക്കലും പ്രസംഗിച്ചു. ഞാനിവിടെ ഈ യോഗത്തിൽ പ്രസംഗിക്കുന്ന സമയത്ത് എൻ്റെ അമ്മ ഈ വൈകുന്നേരത്ത് അവിടെ സന്ധ്യാനാമവുമായിട്ടിരിക്കുകയാണ്. അവർ മോശക്കാരിയും ഞാനൊരു കേവലമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞ പോലെ കുറേ പേര് ഏതൊക്കെ കാരണങ്ങളാൽ ഇതിനെതിരെയുണ്ട്. പല പല കാരണങ്ങളായിരിക്കാം. അവർ വിശ്വാസമായിരിക്കാം, അവർ അടിച്ചേൽപ്പിച്ചതായിരിക്കാം, അവരെ തെറ്റിദ്ധരിപ്പിച്ചതായിരിക്കാം. അത്തരം കാരണങ്ങളാൽ ഇവർ ഇതിനെതിരെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെതിരെ ബോധവൽക്കരണം നടക്കുന്നുണ്ട്. അപ്പം ഇപ്പോൾ പുരോഗമന പ്രവർത്തകരുടെ ബോധവൽക്കരണത്തിന് ശക്തി ഏറ്റേണ്ടതുണ്ട്. കാരണം ഈ എതിർ ബോധവൽക്കരണത്തെ കൂടി തരണം ചെയ്യാവുന്ന രീതിയിലുള്ള സംസാരങ്ങളാണ് അവരുടെ ഭാഗത്തുനിന്ന് വേണ്ടത്. മാത്രമല്ല, മറ്റൊന്ന് ആലോചിക്കാം. ഇവിടെ കേരളമാണിത്. ഇവിടെ പുരോഗമന പ്രവർത്തനങ്ങൾ മാത്രമേ നടന്നിട്ടുള്ളൂ. നമുക്കറിയാം, ഒരു ഇടതുപക്ഷ ഗവൺമെൻറ് ഇവിടെ അട്ടിമറിക്കപ്പെട്ടു. ഭൂപരിഷ്കരണം എന്ന നിയമം കൊണ്ടുവരാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് അവർ താഴെ വീണത്. പക്ഷേ പിന്നീട് വന്ന ഒരു വലതുപക്ഷ ഗവൺമെൻറ്റിനും ആ നിയമം ഇല്ലാതാക്കാൻ പറ്റിയില്ല. ആ നിയമം ആത്യന്തികമായി ഇവിടെ നടപ്പിലാക്കുക തന്നെ ചെയ്തു. ഇത് പുരോഗമനത്തിൻ്റെ നാടാണ്. അതുകൊണ്ട് ഈ പുരോഗമനം ആത്യന്തികമായിട്ട് ഇവിടെ നടക്കും. അതിന് പിണറായി വിജയൻ സ്ഥിരമായിട്ട് അവിടെ കസേരയിൽ ഇരിക്കേണ്ട. ഇടതുപക്ഷം അല്ലെങ്കിൽ CPM-ൻ്റെ ഒരു മുഖ്യമന്ത്രി ഉണ്ടാവണ്ട. ഇടതുപക്ഷത്തിനോ പിണറായി വിജയനെ പോലുള്ള ഒരാൾക്കോ ഒരു അധികാര കസേര സ്വപ്നം കാണാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായാലും ശബരിമലയിൽ സ്ത്രീ സാന്നിധ്യം ഉണ്ടാവില്ലെന്ന് കരുതാൻ പറ്റില്ല. കാരണം കാലക്രമേണ അവിടെ ശബരിമലയിലേക്ക് സ്ത്രീകൾ വരും. നമുക്കറിയാം, ഇവിടെ വീടുകളിൽ യുവതികളും പെൺകുട്ടികളുമൊക്കെ വളരെയേറെ ബുദ്ധിമുട്ടിയ ഒരു കാലമുണ്ട്. ഈ അനാചാരത്തിൻ്റെ പേരിൽ പട്ടിണി കിടന്ന അനുഭവം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അടുക്കളയിൽ നിന്ന് ഒരു കഷ്ണം പലഹാരം കിട്ടാൻ വേണ്ടിയിട്ട് നടത്തിയ ശ്രമങ്ങളെ പറ്റി അത് കേൾക്കുമ്പോൾ ആദ്യം ചിരിക്കും, പിന്നെ കരയും. അത്തരം അനുഭവങ്ങളുണ്ട്. അത് അടുത്ത ഒരു എപ്പിസോഡിൽ മറ്റോ പറയാം. സ്വന്തം ശരീരത്തിന് അശുദ്ധി ഇല്ലെന്നും ഉണ്ടെങ്കിൽ തന്നെ അത് ഒരു ദേവനും ഹാനികരമല്ലെന്നും സ്ത്രീകൾ വിശ്വസിക്കുന്നൊരു കാലം വരും. അന്ന് പഴയ തലമുറയിലെ സ്ത്രീകൾ പുതിയ തലമുറയിലെ കുട്ടികളോട് ഞങ്ങളൊക്കെ പണ്ട് അശുദ്ധിയുടെ പേരിൽ അമ്പലത്തിൽ പോകാത്തവരായിരുന്നു എന്ന് പറയും. നമ്മുടെ നാട്ടിൽ എത്ര നമ്മുടെ വീടുകളിൽ എത്ര അനാചാരങ്ങൾ നടന്നിരുന്നു ആർത്തവമായിട്ട് ബന്ധപ്പെട്ടിട്ട്. പരസ്പരം തൊടാൻ പാടില്ല. കുട്ടികളെ കൈമാറുമ്പോൾ ആ കുട്ടിയുടെ ഡ്രസ്സ് ഊരിയിട്ട് വേണം കൊടുക്കാൻ. പിന്നെ ഭക്ഷണം കഴിക്കാൻ വേറെ പാത്രം, പല പല കാര്യം. ആ ദിവസം കുടിക്കാൻ പാടില്ല. എന്നിട്ട് 4-ാം ദിവസം കുളിച്ചാൽ അതെല്ലാം തീർന്നതാണോ? ഇതൊരു ശാരീരിക പ്രക്രിയയാണ്. അത് ഈ 3-ാം ദിവസവും 4-ാം ദിവസമായിട്ടൊന്നും ബന്ധപ്പെട്ടിട്ട് അവിടെ അവസാനിക്കുന്നതല്ല. അപ്പോൾ വളരെ അനാചാരങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു കാലം മാറി. ഇപ്പോഴും വേറെ കാര്യം, ഇപ്പോൾ ഈ അനാചാരങ്ങൾ വീടുകളിൽ ഒഴിവാക്കിയവർ മുഴുവനും ശബരിമലയ്ക്ക് പോകാൻ തയ്യാറില്ല. അന്ന് പണ്ട് കാലത്ത് ആർത്തവ ദിവസങ്ങളിൽ, ആ ദിവസങ്ങളിൽ നിന്നാണ് പരസ്യങ്ങൾ പറയുക, ആ ദിവസങ്ങളിൽ അനുഭവിച്ച ഗതികേടുകൾ നല്ലപോലെ അറിയുന്ന, അത് ശാസ്ത്രീയമായിട്ട് തെറ്റാണെന്ന് ബോധ്യപ്പെട്ട, അടുക്കളയിൽ കയറി ഒരു പലഹാര കഷ്ണം എടുത്തതിൻ്റെ പേരിൽ നാട് ഇടിഞ്ഞു പോയില്ല, ആകാശം ഇടിഞ്ഞു പോയില്ല എന്ന് തിരിച്ചറിഞ്ഞ പല അന്നത്തെ പെൺകുട്ടികൾ ഇന്ന് മുതിർന്നവരായിട്ടുണ്ട്. അവരൊന്നും ഈ ശബരിമലയിലേക്ക് പോകാൻ തയ്യാറില്ല. അപ്പോൾ ഇപ്പോൾ തയ്യാറില്ലാത്തവരും ഭാവിയിൽ മനസ്സ് മാറ്റും. നമ്മുടെ ഈ സേഫ് സോൺ എന്ന് പറഞ്ഞിട്ടൊന്നുണ്ട്, അതിൽ നിന്ന് മാറാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാവും. അതുപോലെ വിശ്വാസത്തിൻ്റെ കാര്യത്തിലും അത്തരം അപകടം പിടിച്ച സോണുകളിലേക്ക്, സേഫ് അല്ലെന്ന് നമ്മൾ തെറ്റിദ്ധരിച്ച സോണുകളിലേക്ക് മാറാൻ ആൾക്കാരുണ്ടാവും. അപ്പോൾ നമ്മൾ ആരെയും തലയിൽ ചുമന്നിട്ട് അമ്പലത്തിൽ എത്തിക്കേണ്ടതില്ല. അതിനെ ആരും തടയുകയും വേണ്ട. സ്വാഭാവികമായിട്ട് കേരളത്തിൽ നടക്കാൻ പോകുന്നതാണിത്.
ശബരിമലയിൽ സ്ത്രീകൾ ധാരാളമായി പ്രവേശിക്കപ്പെടുന്ന ഒരു നാൾ വരിക തന്നെ ചെയ്യും. ഒരു വ്യത്യസ്തമായ വിഷയത്തെക്കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്തത്. ഇത് ആരുടെയും വികാരത്തെ വ്രണപ്പെടുത്താൻ ഉദ്ദേശിച്ചതല്ല. ഇത് ചിന്തിക്കേണ്ട വിഷയമാണ്. എല്ലാവരും വിശ്വാസികളും യുക്തിവാദികളും എല്ലാം ചിന്തിക്കേണ്ട വിഷയമാണ്. ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എതിരഭിപ്രായമാണെങ്കിലും അനുകൂലമായ അഭിപ്രായമാണെങ്കിലും കമൻറ്റുകളിലൂടെ എഴുതുക. ഓക്കെ.